റഫാൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ബ്രഹ്മോസ്, അഗ്നി 5 തുടങ്ങിയ മിസൈലുകൾക്ക് പങ്കുണ്ടാകില്ല. എന്നിരുന്നാലും ശത്രുപക്ഷത്തെ തകർത്തെറിഞ്ഞ് പൂർണ്ണമായ തകർച്ചയിലേക്ക് നയിക്കാൻ ഇതിന് സാധിക്കും. ഡ്രോൺ ഉപയോഗിച്ചുള്ള യുദ്ധമുറകളിൽ ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ശത്രുക്കൾക്ക് ജാം ചെയ്യാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ഡ്രോൺ സംവിധാനം അത് വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ഡെവലപ്മെന്റ് ഓഫ് ക്ലോസ് ഫോർമേഷൻ ഫ്ലൈയിങ് ഓഫ് മൾട്ടിപ്പിൾ ഡ്രോൺസ് എന്നാണ് ഈ പദ്ധതിക്ക് പേര് നൽകിയിട്ടുള്ളത്. DRDO അത്യാധുനിക സൈനിക ഡ്രോൺ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്നതിനായി DRDO രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളെയും അതോടൊപ്പം തന്നെ MSME ഉൾപ്പെടെയുള്ളവരെയും ക്ഷണിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരസ്പരം 1/2 മീറ്റർ മാത്രം അകലം പാലിച്ച് കൃത്യതയോടെ പറക്കാൻ കഴിയുന്നതും സിഗ്നൽ തടസ്സപ്പെടുത്തുന്നതിലും അതിജീവിക്കാൻ ശേഷിയുള്ളതുമായ 50 ഡ്രോണുകൾ അടങ്ങുന്ന ഡ്രോൺ സ്വാം വികസിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് DRDO ക്ഷണിച്ചിരിക്കുന്നത്. തദ്ദേശ പ്രതിരോധ സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനും നൂതന പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനത്തിൽ പങ്കെടുക്കാൻ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരങ്ങൾ നൽകുന്നതിനും ലക്ഷ്യമിട്ടുള്ള DRDOയുടെ ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് പദ്ധതിയുടെ കീഴിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. മൾട്ടിപ്പിൾ ഡ്രോണുകളുടെ ക്ലോസ് ഫോർമേഷൻ ഫ്ലൈയിങ്ങിന്റെ വികസനം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതിയിൽ വലിയ പൊതുമേഖലാ സംരംഭങ്ങളെ ഒഴിവാക്കുന്നുണ്ട്. അടിസ്ഥാന നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുകയും തദ്ദേശ പ്രതിരോധ വ്യവസായത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഭാവിയിലെ യുദ്ധക്കളത്തിൽ ഇന്ത്യൻ സായുധ സേന സ്വയംഭരണ സംവിധാനങ്ങളുടെയും ഡ്രോൺ സാങ്കേതിക വിദ്യകളുടെയും വർദ്ധിച്ചു വരുന്ന ഉപയോഗം കണക്കിലെടുക്കുമ്പോൾ ഈ പദ്ധതി പ്രധാനപ്പെട്ടതായി കണക്കാക്കപ്പെടുകയാണ്. 2025 മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ നിരീക്ഷണം, വിവരശേഖരണം, കൃത്യതയാർന്ന ആക്രമണങ്ങൾ എന്നിവയിൽ ആളില്ലാ വിമാനങ്ങൾ നിർണായകമായ പങ്ക് വഹിച്ചതായി വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഭാവിയിലെ യുദ്ധമുറകൾക്ക് തദ്ദേശീയവും അതോടൊപ്പം തന്നെ സുരക്ഷിതവും മികച്ച ഏകോപനവുമുള്ളതുമായ ഒരു ഡ്രോൺ ശൃംഖല അനിവാര്യമാണെന്നാണ് ഈ അനുഭവം വ്യക്തമാക്കുന്നത്. DRDO മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ഒരു മാസ്റ്റർ ഡ്രോൺ നിയന്ത്രിക്കുന്ന 49 സ്ലേവ് ഡ്രോണുകൾ അടങ്ങുന്നതായിരിക്കും ഈ ഡ്രോൺ സംഘം. ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് നിശ്ചിത മേഖലയ്ക്കുള്ളിൽ എല്ലാ ഡ്രോണുകളെയും മാസ്റ്റർ ഡ്രോൺ നിയന്ത്രിക്കും. വെറും 500 മില്ലിമീറ്റർ അകലത്തിൽ പറക്കുമ്പോൾ ഡ്രോണുകൾ തമ്മിൽ കൂട്ടിയിടിക്കാതെയും അവയുടെ സ്ഥിരത നിലനിർത്തിയും പ്രവർത്തിക്കുക എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ സാങ്കേതിക വെല്ലുവിളി. ഓരോ ഡ്രോണും എല്ലാ ദിശകളിലും 5 സെന്റിമീറ്റർ വരെയുള്ള കൃത്യതയോടെ തങ്ങളുടെ സ്ഥാനം നിലനിർത്തേണ്ടതുണ്ട്. അതികഠിനമായ ഭൂപ്രകൃതിയിലും കാലാവസ്ഥാ സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാൻ ഈ പദ്ധതി ഡ്രോണുകളെ പ്രാപ്തമാക്കും. 5000 മീറ്റർ വരെ ഉയരമുള്ള മലനിരകളിൽ നിന്ന് പറന്നുയരാനും ഒരിടത്ത് നിലയുറപ്പിക്കാനും സുരക്ഷിതമായി തിരിച്ചെത്താനും ഇവയ്ക്ക് സാധിക്കും. സെക്കൻഡിൽ 20 മീറ്റർ വരെ വേഗതയുള്ള കാറ്റിലും ഇവയ്ക്ക് സ്ഥിരത നിലനിർത്താനാകും. ആശയവിനിമയ സംവിധാനങ്ങളിൽ ശത്രുക്കളുടെ ഇടപെടൽ ഉണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ ഡ്രോൺ കൂട്ടങ്ങൾക്കായി അതീവ സുരക്ഷിതവും ഇലക്ട്രോണിക് ജാമിങ്ങിനെ പ്രതിരോധിക്കാൻ കഴിയുന്നതുമായ ആശയവിനിമയ സംവിധാനങ്ങൾ വികസിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഈ സംവിധാനത്തിന്റെ മൊത്തം ഘടകങ്ങളിൽ കുറഞ്ഞത് 70% തദ്ദേശീയമായി നിർമ്മിച്ചവയായിരിക്കണമെന്ന് DRDO നിബന്ധന വച്ചിട്ടുണ്ട്. കൂടാതെ എതിരാളികളായ രാജ്യങ്ങളിൽ നിന്നുള്ള വാണിജ്യപരമായ ഘടകങ്ങളുടെ ഉപയോഗം നിരോധിക്കുകയും ചെയ്യും. ഈ പദ്ധതിയുടെ വികസന ചെലവിന്റെ 90% വരെ DRDO ഗ്രാന്റായി നൽകുമെന്നതാണ് ഏറ്റവും പ്രധാന കാര്യം.